ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിതാവ് അങ്ങനെ കൊണ്ടാ ശിവൻ സരസ്വതി ഗണപതി ആണം കെടുത്തി ഇന്ദിര ശിവനല്ലി പരമശിവായി ശ്രീ ഗണേശ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വഞ്ചിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അത്തം ജ്വല്ലറിയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അത്തം ജ്വല്ലറി നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് എന്താണ് പേര്? ഇന്ദിര സരസ്വതി. ഞങ്ങളുടെ കൈവശം വഞ്ചിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അത്തം ജ്വല്ലറി നൽകുന്ന മനോഹരമായ സമ്മാനമുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരമുണ്ട്. പഴയ സ്വർണത്തിന് മറ്റെങ്ങും കിട്ടാത്ത വില നൽകി അവർ പഴയ സ്വർണം എടുത്ത് നമുക്ക് പുതിയ സ്വർണം എടുക്കാനുള്ള അവസരം കൂടിയുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? അറിഞ്ഞൂടാ. ശിവനല്ലി. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കട്ടെ. ഇവരെന്താ പറയുക? ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വഞ്ചിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അത്തം ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഗണേശോത്സവം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശിവൻ. ശിവൻ ഗണപതിയുടെ പിതാവല്ല, ഗണേശോത്സവത്തിന്റെ പിതാവ്. അത് അറിയില്ല. അറിഞ്ഞൂടാ. നമുക്ക് അറിഞ്ഞൂടാ. ഗണപതി അമ്മയ്ക്കറിയാമോ? ശ്രീ ഗണേശൻ. ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പരമശിവായി. പരമശിവായി. പരമശിവനല്ലേ? ഗണേശോത്സവത്തിന്റെ പിതാവ്. ഗണേശോത്സവത്തിന്റെ പിതാവാ. പിതാവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ പറ്റി വലിയ ഇതില്ല. ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗണേശോത്സവത്തിന്റെ പിതാവ് അങ്ങനെ കൊണ്ടാ നിക്ക ഇന്നാള് നിങ്ങൾ ഇത് പിടിച്ചോണ്ട് പോയി കൊടുത്തു നാണം കെടുത്തി. അതുപോലെ വീട്ടിൽ കൊണ്ടിറങ്ങിയിരിക്കണം. എനിക്കറിയത്തില്ല. അത്തം ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. അത്തം ജ്വല്ലറി വഞ്ചിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അറിയാമോ? അറിയാം. സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളുടെയും വലിയ രീതിയിലുള്ള ശേഖരമുണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം അത്തം ജ്വല്ലറി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഈ നാട്ടിലെ ജനപ്രിയ ജ്വല്ലറിയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഈടാക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എനിക്കത്ര അറിയില്ല. എനിക്കറിയില്ല. ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അറിയത്തില്ല. ഗണേശോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. അദ്ദേഹം 1893 ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി ഗണേശോത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ആ കാലത്ത് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ഗണേശോത്സവം, വിനായക ചതുർത്ഥി ആഘോഷം ഗണേശോത്സവവുമായി മാറ്റിയെടുത്തത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വേദികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരള.